Hello friends, എല്ലാവർക്കും ഈദ് മുബാറക്. ഈ കൊറോണയുടെ സിറ്റുവേഷൻസിൽ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയാണ്. വളരെ ഹാപ്പി അല്ല എന്നറിയാം. എങ്കിൽ പോലും എല്ലാവർക്കും നല്ല മധുരമായ ഒരു ഈദ് മുബാറക് ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു മധുരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ആവശ്യത്തിന് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. കുറച്ച് സമയം കഴിയുമ്പം ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി ഈ പഞ്ചസാര ഈ തേങ്ങയിലോട്ടേക്ക് നന്നായിട്ടങ്ങ് അലിഞ്ഞു ചേർന്നോളും. അപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് വറന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലോട്ടേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതും ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കളറൊക്കെ ഏകദേശം മാറി വരുന്നുണ്ട്. ആ സമയമാകുമ്പം നമുക്ക് ഇതും കൂടെ വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇതേ പാനിൽ തന്നെ ഞാനിനി പഴമാണ് വാട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കുറച്ച് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു പാനിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ പഴം വാട്ടുക എന്നൊക്കെ പറയില്ലേ, അപ്പം അതേപോലെ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരും, നല്ലൊരു സ്മെല്ല് വരും. ആ സമയമാകുമ്പം നമുക്ക് ഇതും ഇതേപോലെ വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ വേറൊരു പാനാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് പശുവും പാലും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കവർ പാലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് പാലും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതല്ല നേരത്തെ വേണമെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ പഞ്ചസാര ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓൾറെഡി തേങ്ങയിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി, അത് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഈ ഒരു പായസത്തിന് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാലൊന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ ഈ അരിപ്പൊടിയുടെ മിശ്രിതം ഇതിലോട്ടേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലോട്ടേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് കുറച്ച് ഏലക്ക പൊടിയാണ്. അതല്ലെങ്കിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക, ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. അപ്പം നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് കുറുകി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തോളൂ. കാരണം നമ്മൾ ഈ അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് കട്ടിക്ക് പിടിച്ചുവാനായിട്ട്, അടിക്ക് പിടിച്ചുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന പഴമാണ്. അതും കൂടെ ഇതിലോട്ടേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പായസത്തിൻ്റെ പണി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. നിങ്ങൾക്ക് കവർപ്പാലിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ഉപയോഗിച്ചതാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കുടിക്കുമ്പോൾ. അപ്പോൾ ഇതൊരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഇത്തരം വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനലിന് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.